ആരാകും CPIയുടെ അടുത്ത ജനറൽ സെക്രട്ടറി? പ്രായപരിധി മാനദണ്ഡം ഉയർത്തി ഡി രാജയെ തഴയാനുള്ള നീക്കങ്ങളുമായി കേരളത്തിലെ CPI പ്രതിനിധികൾ. പ്രായപരിധി വാദത്തിലുറച്ച ബിനോയ് വിശ്വവും കൂട്ടരും. ഡി രാജ മാറിയാൽ ശക്തമായ ഇടതുപക്ഷ മുഖം നഷ്ടമാകുമെന്ന് വിലയിരുത്തൽ. CPI പാർട്ടി കോൺഗ്രസിൽ അടിയൊഴുക്കുകൾ ശക്തം. പ്രായപരിധി മാനദണ്ഡം ശക്തമാക്കണമെന്ന ആവശ്യത്തിലുറച്ച് കേരളത്തിലെ CPI പ്രതിനിധികൾ ശക്തമായ നിലപാട് കൈക്കൊണ്ടതോടെ CPIയുടെ പുതിയ ദേശീയ ജനറൽ സെക്രട്ടറിയെ ചൊല്ലി ഊഹാപോഹങ്ങൾ ശക്തമാകുന്നു. നിലവിലുള്ള ദേശീയ സാഹചര്യത്തിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷ നിരയിലും ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഡി രാജ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതാണ് നല്ലതെന്ന വാദം ശക്തമാണ്. അതേസമയം നേതൃസമിതിയിൽ അംഗമായിരിക്കാൻ 75 വയസ്സാണ് അംഗീകൃത പ്രായപരിധി. ഈ പ്രായപരിധി കർശനമായി നടപ്പാക്കണമെന്ന വാദം ശക്തമായാൽ ഡി രാജയ്ക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടതായി വരും. കേരളത്തിൽ CPI സമ്മേളനം നടത്തിയപ്പോൾ ലോക്കൽ തലം തൊട്ട് സംസ്ഥാന തലം വരെ 75 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ പ്രകാരം മുൻ മന്ത്രി E ചന്ദ്രശേഖരൻ, CN ജയദേവൻ, KR ചന്ദ്രമോഹനൻ, V ചാമുണ്ണി തുടങ്ങിയ നേതാക്കൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും പുറത്തുപോയത് ഇതേ മാനദണ്ഡ പ്രകാരമാണ്. ഇതിനു മുമ്പ് നടന്ന സമ്മേളനത്തിൽ പ്രമുഖ നേതാക്കളായ പന്ന്യൻ രവീന്ദ്രൻ, KE ഇസ്മായിൽ, C ദിവാകരൻ തുടങ്ങിയവർ നേതൃനിരയിൽ നിന്ന് മാറി നിന്നതും പ്രായപരിധി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു. അതുകൊണ്ട് തന്നെ മേൽ കമ്മിറ്റിയിലും ഇതേ നിബന്ധന കർശനമായി നടപ്പാക്കണമെന്നാണ് കേരളത്തിലെ CPI പ്രതിനിധികളുടെ നിലപാട്. പ്രായപരിധി നിശ്ചയിച്ചത് പാർട്ടി തന്നെയാണെന്നും അതുകൊണ്ട് തന്നെ 75 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കണമെന്നുമാണ് CPI കേരള സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാദം. ഫലത്തിൽ ഇത് ദേശീയ സെക്രട്ടറി ഡി രാജയ്ക്ക് എതിരാണ്. പഞ്ചാബിലെ ചണ്ഡീഗഡിൽ നടക്കുന്ന CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിൽ ഏറ്റവും അധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്നാണ്. 100 പ്രതിനിധികളാണ് കേരളത്തിൽ നിന്നും പങ്കെടുക്കുന്നത്. ഇവരെല്ലാം ഡി രാജ തുടരുന്നതിനോട് താല്പര്യമില്ലാത്തവരാണ്. അതേസമയം ഡൽഹി രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു ഇടതുമുഖം അനിവാര്യമാണെന്നും ഡി രാജ ഏവർക്കും സ്വീകാര്യനായ നേതാവാണെന്നുമാണ് ഒരു വിഭാഗം CPI നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. CPM നേതാവ് സീതാറാം യെച്ചൂരിയുടെ വേർപാടിന് ശേഷം ഇടത് രാഷ്ട്രീയത്തിന്റെ ശക്തനായ നേതാവായി ഇന്ത്യ മുന്നണിയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഡി രാജയാണെന്നും അതിനാൽ പ്രായപരിധിയിൽ ഇളവ് നൽകി അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തുടരാൻ അനുവദിക്കണമെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വാദം. അതേസമയം AITUC ജനറൽ സെക്രട്ടറി അമർജിത് കൗറിനെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന വാദമാണ് കേരള സംസ്ഥാന ഘടകമടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. കേരള സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. എന്തുതന്നെയായാലും പ്രായപരിധി നിർദ്ദേശത്തെ തുടർന്ന് CPI പാർട്ടി കോൺഗ്രസിൽ വലിയ അഭിപ്രായ ഭിന്നതയാണ് ഉണ്ടായിരിക്കുന്നത്. മുതിർന്ന നേതാവ് ഡി രാജ തന്നെ തുടരുമോ അതോ പുതിയ നേതാവ് ജനറൽ സെക്രട്ടറിയാകുമോ? കാത്തിരുന്ന് കാണുക തന്നെ വേണം.